കൂടിയാണ് നാം പ്രവർത്തിക്കുന്നത്. आज भारत की विश्व में जो साख बढ़ी है उसमें एक बड़ी भूमिका केंद्र सरकार द्वारा ग्लोबल आउटरीच के प्रयास की भी है और इसका बहुत बड़ा फायदा केरला के उन लोगों को भी मिला है जो बाहर दूसरे देशों में रहते हैं. मैं जब भी कहीं बाहर जाता हूं तो अक्सर मेरी मुलाकात केरला के लोगों से भी होती है. भारत की बढ़ती हुई शक्ति, भारत की बढ़ती हुई ताकत का बहुत बड़ा लाभ विदेश में रहने वाले इंडियन डायस्पोरा को भी मिल रहा है. ഇന്ന് ലോകത്ത് ഭാരതത്തിന്റെ വികസന സ്വപ്നങ്ങൾക്ക് ശക്തമായ അംഗീകാരം ലഭിക്കുന്നു. ഇതിന്റെ പ്രധാന കാരണം കേന്ദ്ര സർക്കാരിന് ഗ്ലോബൽ ഔട്ട്റീച്ചിന് വേണ്ടിയുള്ള പരിശ്രമങ്ങളാണ്. ഇത്തരത്തിലുള്ള പരിശ്രമങ്ങൾ കേരളത്തിൽ നിന്ന് പുറത്ത് ജോലി ചെയ്യുന്ന, വിദേശ രാജ്യങ്ങളിൽ ജോലി ചെയ്യുന്ന കേരളത്തിലെ ജനങ്ങൾക്കും ധാരാളമായി പ്രയോജനം ചെയ്യുന്നു. ഞാൻ വിദേശ രാജ്യങ്ങളിലേക്ക് പോകുമ്പോഴെല്ലാം കേരളത്തിലെ ജനങ്ങളുമായി കൂടിക്കാഴ്ച നടത്താറുണ്ട്. ഭാരതത്തിന്റെ അത്യപൂർവമായ ശക്തി, ഭാരതത്തിന്റെ വികസിത ശക്തി, ഇതിന്റെ ലാഭം വിദേശങ്ങളിൽ താമസിക്കുന്ന ഭാരതീയരായിട്ടുള്ള പ്രവാസികൾക്ക് നല്ല രീതിയിൽ ലഭിക്കുന്നുണ്ട്. भाइयों और बहनों, बीते 9 वर्षों में भारत में कनेक्टिविटी के इंफ्रास्ट्रक्चर के लिए अभूतपूर्व स्पीड और अभूतपूर्व स्केल पर काम किया जा रहा है. इस साल के बजट में भी हमने 10 लाख करोड़ रुपए से अधिक इंफ्रा पर खर्च करना तय किया है. आज हम देश में पब्लिक ट्रांसपोर्ट और लॉजिस्टिक्स सेक्टर का पूरी तरह से कायाकल्प कर रहे हैं. हम भारतीय रेल के स्वर्णिम युग की तरफ बढ़ रहे हैं. 2014 से पहले केरला के लिए जो औसतन रेल बजट रहता था, अब उसमें 5 गुना से भी ज्यादा वृद्धि की ऑलरेडी हमने व्यवस्था कर दी है. സഹോദരി സഹോദരന്മാരെ, കഴിഞ്ഞ 9 വർഷത്തിനുള്ളിൽ കണക്ടിവിറ്റിയുടെ ഇൻഫ്രാസ്ട്രക്ചറിനായി ആ മേഖലയിൽ അഭൂതപൂർവമായ വേഗത കൈവരിച്ചിട്ടുണ്ട്. ഈ വർഷം ബഡ്ജറ്റിൽ നാം 10 ലക്ഷം കോടി രൂപയിലധികം അടിസ്ഥാന സൗകര്യ വികസനത്തിനായി ചെലവഴിച്ചു കഴിഞ്ഞു. ഇന്ന് നമ്മുടെ രാജ്യത്ത് പബ്ലിക് ട്രാൻസ്പോർട്ടിന്റെ മേഖലയിലായാലും ലോജിസ്റ്റിക് സെക്ടറിന്റെ മേഖലയിലായാലും പരിപൂർണമായ പുനർജീവന സാധ്യതകൾ നാം തേടുകയാണ്. ഇന്ന് ഭാരതീയ റെയിൽവേ അതിന്റെ സുവർണ കാലഘട്ടത്തിലൂടെയാണ് കടന്നു പോകുന്നത്. 2014 മുമ്പ് കേരളത്തിന് അനുവദിക്കപ്പെട്ട റെയിൽ ബഡ്ജറ്റിനെക്കാളും 5 ഇരട്ടി തുക ഇക്കൊല്ലം ഇതുവരെ ചെലവഴിച്ചു കഴിഞ്ഞു. पिछले 9 वर्षों में केरला में गेज परिवर्तन, डबलीकरण और इलेक्ट्रिफिकेशन के अनेक प्रोजेक्ट पूरे हुए हैं. आज भी तिरुवनंतपुरम सहित केरला के 3 स्टेशनों को आधुनिक बनाने का काम शुरू हुआ है. ये स्टेशन सिर्फ रेलवे स्टेशन ही नहीं है, बल्कि मल्टी मॉडल ट्रांसपोर्ट हब बनेंगे. वंदे भारत एक्सप्रेस जैसी आधुनिक ट्रेन भी एस्पिरेशनल इंडिया की पहचान है. आज हम ये सेमी हाई स्पीड ट्रेन इसलिए चला पा रहे हैं क्योंकि भारत का रेल नेटवर्क तेजी से बदल रहा है, अधिक स्पीड के लिए तैयार हो रहा है. കഴിഞ്ഞ 9 വർഷത്തിനുള്ളിൽ കേരളത്തിൽ ഗേജ് മാറ്റം, പാത ഇരട്ടിപ്പിക്കൽ, വൈദ്യുതീകരണം തുടങ്ങിയ നിരവധി പ്രോജക്റ്റുകൾ പൂർത്തീകരിക്കപ്പെട്ടിട്ടുണ്ട്. ഇന്നും
തിരുവനന്തപുരം ഉൾപ്പെടെ കേരളത്തിലെ 3 സ്റ്റേഷനുകൾ ആധുനികവൽക്കരിക്കുന്നതിനുള്ള പ്രവർത്തനങ്ങൾ ആരംഭിച്ചു കഴിഞ്ഞു. ഈ സ്റ്റേഷനുകൾ കേവലം ഒരു റെയിൽവേ സ്റ്റേഷൻ മാത്രമല്ല, പകരമോ മൾട്ടി മോഡൽ ട്രാൻസ്പോർട്ട് ഹബ്ബുകളായി ഇവ ഓരോന്നും മാറും. വന്ദേ ഭാരത് എക്സ്പ്രസ് പോലെയുള്ള ആധുനിക ട്രെയിനുകൾ നമ്മുടെ പ്രതീക്ഷാ നിർഭര ഭാരതത്തിന്റെ അടയാളമായി മാറുകയാണ്. ഇന്ന് നാം ഈ സെമി ഹൈസ്പീഡ് ട്രെയിനുകൾ ചലിപ്പിക്കാൻ നമുക്ക് കഴിയുന്നത് ഭാരതത്തിന്റെ റെയിൽ നെറ്റ്വർക്ക് വേഗതയിൽ മുന്നേറുന്നു എന്നതുകൊണ്ടാണ്. അധിക സ്പീഡിനായി ഇവയെല്ലാം തയ്യാറാവുകയാണ്. भाइयों और बहनों, अभी तक जितनी भी वंदे भारत एक्सप्रेस ट्रेनें चली हैं, उनकी एक विशेषता ये भी है कि वो हमारे सांस्कृतिक, आध्यात्मिक और पर्यटन स्थलों को भी जोड़ रही है. केरला की पहली वंदे भारत ट्रेन भी नॉर्थ केरला को साउथ केरला से जोड़ेगी. इस ट्रेन की मदद से कोल्लम, कोट्टयम, एर्नाकुलम, त्रिशूर, कोड़िक्कोड और कन्नूर जैसे तीर्थ स्थलों तक आना जाना और आसान हो जाएगा. आधुनिक सुविधाओं से लैस ये वंदे भारत ट्रेन पर्यावरण को नुकसान पहुंचाए बिना तेज गति से यात्रा का शानदार अनुभव देगी. സഹോദരി സഹോദരന്മാരെ, ഇന്ന് ആരംഭിച്ച വന്ദേ ഭാരത് എക്സ്പ്രസുകൾ അത്തരത്തിലുള്ള എത്ര ട്രെയിനുകൾ ഓടുന്നുണ്ടോ അതിൻ്റെ ഒരു പ്രത്യേകത നമ്മുടെ സാംസ്കാരികവും ആധ്യാത്മികവും ടൂറിസപരവുമായ സ്ഥലങ്ങളെ ഈ ട്രെയിനുകൾ ബന്ധിപ്പിക്കുന്നു എന്നതാണ്. കേരളത്തിൽ ഇന്ന് ആരംഭിച്ച വന്ദേ ഭാരത് ട്രെയിൻ വടക്കൻ കേരളത്തെ തെക്കൻ കേരളവുമായി വേഗത്തിൽ ബന്ധിപ്പിക്കും. ഈ ട്രെയിനിന്റെ സഹായത്തോടെ കൊല്ലം, കോട്ടയം, എറണാകുളം, തൃശൂർ, കോഴിക്കോട്, കണ്ണൂർ തുടങ്ങിയ സ്ഥലങ്ങളിലെ തീർത്ഥ സ്ഥലങ്ങളിലേക്ക് വളരെ വേഗത്തിൽ യാത്രക്കാർക്ക് പോയി വരാനാകും. ആധുനിക സൗകര്യങ്ങളോട് കൂടിയുള്ള വന്ദേ ഭാരത് ട്രെയിനുകൾ പരിസ്ഥിതിയെ സംരക്ഷിച്ചുകൊണ്ട് വളരെ വേഗത്തിൽ വേഗതയേറിയ യാത്രയുടെ നവ അനുഭവം നമുക്ക് പകർന്നു നൽകും. आज तिरुवनंतपुरम शोरानूर सेक्शन को भी सेमी हाई स्पीड ट्रेनों के लिए तैयार करने के प्रोजेक्ट पर काम शुरू हुआ है. जब ये काम पूरा हो जाएगा तो तिरुवनंतपुरम से लेकर मैंगलोर तक सभी में भी हम हाई स्पीड ट्रेन चला पाएंगे. ഇന്ന് നാം തിരുവനന്തപുരം ഷൊർണൂർ സെക്ഷനിൽ സെമി ഹൈസ്പീഡ് ട്രെയിനുകൾ ഓടിക്കുന്നതിനായിട്ടുള്ള ഒരു പദ്ധതിക്ക് തുടക്കം കുറിച്ചു. ഈ പദ്ധതി പൂർത്തിയാകുന്നതോടെ തിരുവനന്തപുരത്ത് നിന്നും മാംഗ്ലൂർ വരെ സെമി ഹൈസ്പീഡ് ട്രെയിനുകൾ ഓടിക്കാനാകും. भाइयों और बहनों, देश के पब्लिक ट्रांसपोर्ट को, अर्बन ट्रांसपोर्ट को आधुनिक बनाने के लिए हमने एक और दिशा में भी काम किया है. हमारा प्रयास स्थानीय परिस्थितियों के अनुकूल मेड इन इंडिया समाधान देने का है. सेमी हाई स्पीड ट्रेन हो, रीजनल रैपिड ट्रांसपोर्ट सिस्टम हो, रोरो फेरी हो, रोपवे हो, जहां जैसी जरूरत वहां वैसा सिस्टम तैयार किया जा रहा है. आज आप देखिए, वंदे भारत एक्सप्रेस मेड इन इंडिया है. आज देश भर के अनेक शहरों में जो मेट्रो का विस्तार हो रहा है वो मेक इन इंडिया के तहत है. छोटे शहरों में मेट्रो लाइट और अर्बन रोपवे जैसे प्रोजेक्ट भी बनाए जा रहे हैं. സഹോദരി സഹോദരന്മാരെ, രാജ്യത്തെ പബ്ലിക് ട്രാൻസ്പോർട്ട് മേഖലയായാലും അർബൻ ട്രാൻസ്പോർട്ട് മേഖലയായാലും ഇവയെല്ലാം ആധുനികവൽക്കരിക്കുന്നതിനുള്ള
നവീന പദ്ധതികൾ രാജ്യത്ത് നടപ്പിലാക്കുന്നു. നമ്മുടെ പരിശ്രമം പ്രാദേശിക പരിസ്ഥിതികൾക്ക് അനുകൂലമായി മെയ്ഡ് ഇൻ ഇന്ത്യ എന്ന പദ്ധതിക്ക് മഹത്വമേകുക എന്നതാണ്. സെമി ഹൈസ്പീഡ് ട്രെയിനുകളായാലും റീജിയണൽ റാപ്പിഡ് ട്രാൻസ്പോർട്ട് സിസ്റ്റം ആയാലും റോറോ ഫെറി ആയാലും റോപ്പ് ആയാലും എവിടെയെല്ലാം ആവശ്യമുണ്ടോ ഈ ആധുനിക സൗകര്യങ്ങൾ അവിടെയെല്ലാം തയ്യാറാക്കി വരുന്നു. നിങ്ങൾ നോക്കൂ, വന്ദേ ഭാരത് ട്രെയിൻ മെയ്ഡ് ഇൻ ഇന്ത്യയാണ്. ഇന്ന് രാജ്യത്താകമാനം പട്ടണങ്ങളിൽ മെട്രോ വിപുലപ്പെടുത്തുകയാണ്. അതും മെയ്ഡ് ഇൻ ഇന്ത്യയാണ്. ചെറുതും വലുതുമായ പട്ടണങ്ങളിൽ മെട്രോ ലൈറ്റും അർബൻ റോപ്വേയും മുതലായ പദ്ധതികൾക്കും തുടക്കം കുറിച്ചു കഴിഞ്ഞു. भाइयों और बहनों, कोच्चि वाटर मेट्रो का जो प्रोजेक्ट है वो भी मेड इन इंडिया है, यूनिक है. इसके लिए जो जरूरी बोट्स बनाई गई हैं उसके लिए मैं कोच्चि शिपयार्ड को भी बधाई देता हूं. वाटर मेट्रो से कोच्चि के इर्द गिर्द के अनेक द्वीपों में रहने वाले साथियों को सस्ता और आधुनिक ट्रांसपोर्ट मिलेगा. ये जेटी, बस टर्मिनल और मेट्रो नेटवर्क के बीच इंटर मॉडल कनेक्टिविटी भी प्रदान करेगी. इससे कोच्चि की ट्रैफिक समस्याएं भी कम होगी और बैक वाटर टूरिज्म को भी नया आकर्षण मिलेगा. मुझे विश्वास है केरला में हो रहा ये प्रयोग देश के अन्य राज्यों के लिए भी मॉडल बनेगा. സഹോദരി സഹോദരന്മാരെ, കൊച്ചി വാട്ടർ മെട്രോ പ്രോജക്റ്റ് അതും മെയ്ഡ് ഇൻ ഇന്ത്യയാണ്. ആ പദ്ധതി അതുല്യവും അനുപമവുമാണ്. ഈ പദ്ധതിക്കായി ആവശ്യമായ ബോട്ടുകൾ തയ്യാറാക്കിയ കൊച്ചിൻ ഷിപ്പ്യാർഡിനെ ഞാൻ അഭിനന്ദിക്കുന്നു. വാട്ടർ മെട്രോയിലൂടെ കൊച്ചിയിലെ വിദൂര പ്രദേശങ്ങളിലെ ദ്വീപുകളിലെ ആളുകൾക്ക് കുറഞ്ഞ ചെലവിൽ ആധുനിക യാത്രാ സൗകര്യങ്ങൾ ലഭ്യമാകും. ഈ ജെട്ടികളായാലും ബസ് ടെർമിനലുകളായാലും മെട്രോ നെറ്റ്വർക്കുകൾ ആയാലും ഇവയ്ക്കിടയിൽ ഇന്റർ മോഡൽ കണക്ടിവിറ്റി ലഭ്യമാക്കുകയാണ്. ഇതിലൂടെ കൊച്ചിയിലെ ട്രാഫിക് പ്രശ്നങ്ങൾക്കും പരിഹാരം കണ്ടെത്താൻ കഴിയും. ബാക്ക് വാട്ടർ ടൂറിസത്തിനും അതും ഒരു ആകർഷണമായി മാറും. എനിക്ക് വിശ്വാസമുണ്ട് കേരളത്തിൽ നടപ്പിലാക്കുന്ന ഈ പദ്ധതികൾ രാജ്യത്തെ മറ്റ് സംസ്ഥാനങ്ങൾക്കും മാതൃകയായി മാറുമെന്ന്. साथियों, फिजिकल कनेक्टिविटी के साथ साथ डिजिटल कनेक्टिविटी की भी आज देश की प्राथमिकता है. मैं डिजिटल साइंस पार्क जैसे प्रोजेक्ट की सराहना करूंगा. ऐसे प्रोजेक्ट डिजिटल इंडिया को विस्तार देंगे. बीते कुछ वर्षों में ही भारत ने जो डिजिटल सिस्टम बनाया है उसकी पूरी दुनिया में चर्चा है. जो डिजिटल व्यवस्थाएं भारत ने विकसित की है वो देखकर दुनिया के विकसित देश भी हैरान है. भारत ने 5G की टेक्नोलॉजी उस पे भी खुद से ही विकसित की है और इससे इस क्षेत्र में नई संभावनाओं का विस्तार हुआ है. नए डिजिटल प्रोडक्ट्स के लिए रास्ते खुले हैं. സുഹൃത്തുക്കളെ, ഫിസിക്കൽ കണക്ടിവിറ്റിക്കൊപ്പം ഡിജിറ്റൽ കണക്ടിവിറ്റിക്കും ഇന്ന് രാജ്യം പ്രഥമ പരിഗണന നൽകുന്നു. ഞാൻ ഡിജിറ്റൽ സയൻസ് പാർക്ക് ഉൾപ്പെടെയുള്ള പദ്ധതികളെ പ്രശംസിക്കുന്നു. ഇത്തരത്തിലുള്ള പദ്ധതികൾ ഡിജിറ്റൽ ഇന്ത്യ പദ്ധതിക്ക് പ്രചാരമേകും. കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായി നാം ഡിജിറ്റൽ സിസ്റ്റം തയ്യാറാക്കിയിട്ടുണ്ട്. ഇത് ലോകം മുഴുവൻ ചർച്ച ചെയ്യപ്പെടുന്നു. നാം തയ്യാറാക്കിയ ഡിജിറ്റൽ സംവിധാനങ്ങൾ വികസിത ഭാരതത്തിന്റെ മാതൃകയാണ്. ഇത് കണ്ട് ലോകം വികസിത രാജ്യമായ ഭാരതത്തെ നോക്കി അത്ഭുതപ്പെടുന്നു. നാം തയ്യാറാക്കിയ 5G ടെക്നോളജി അത് നാം സ്വയം തയ്യാറാക്കിയതാണ്. ഈ മേഖലയിൽ
പുതിയ പുതിയ പദ്ധതികൾ നടപ്പിലാക്കി വരുന്നു. പുതിയ ഡിജിറ്റൽ പ്രോഡക്ട്സ് അത് കണ്ടെത്തുന്നതിനുള്ള മാർഗങ്ങൾ തുറക്കുകയാണ്. भाइयों और बहनों, कनेक्टिविटी पर किया गया इन्वेस्टमेंट सिर्फ सुविधा नहीं बढ़ाता है, बल्कि ये दूरियों को भी कम करता है, अलग अलग कल्चर्स को भी कनेक्ट करता है. सड़क हो, रेल हो या अमीर गरीब, जाति मत पंथ, उसका भेद भी नहीं करते. सभी इसका उपयोग करते हैं और यही सही विकास है. यही एक भारत श्रेष्ठ भारत के भाव को सशक्त करता है. यही हम आज भारत में होते हुए देख रहे हैं. സഹോദരി സഹോദരന്മാരെ, കണക്ടിവിറ്റിക്കായി, ഇൻവെസ്റ്റ്മെന്റിനായി നാം അതിലൂടെ സൗകര്യങ്ങൾ ഏർപ്പെടുത്തുക മാത്രമല്ല, അകലം കുറയ്ക്കുകയും ചെയ്യുന്നു. വിവിധ ക്ലച്ചേഴ്സിലൂടെ നാം കണക്ട് ചെയ്യുന്നു. റോഡിലായാലും റെയിൽ മേഖലയിലായാലും പാവപ്പെട്ടവരും പണക്കാരും, ജാതി മത വർഗ വർണ്ണ ഭേദമന്യേ എല്ലാവരും അതിൻ്റെ സൗകര്യങ്ങൾ പ്രയോജനപ്പെടുത്തുന്നു. എല്ലാവർക്കും അതിൻ്റെ ഉപയോഗം ലഭിക്കുന്നു. എല്ലാവർക്കും ലഭിക്കുക എന്നുള്ളതാണ് അതിൻ്റെ വികസനം. ഇത് ഏകഭാരതം ശ്രേഷ്ഠ ഭാരതം എന്ന ഭാവനയ്ക്ക് ശക്തി പകരുന്നു. ഇതാണ് നാം നമ്മുടെ ഭാരതത്തിൽ കാണാൻ ആഗ്രഹിക്കുന്നത്. केरला के पास देश और दुनिया को देने के लिए बहुत कुछ है. यहां कल्चर है, क्विजीन है और बेहतर क्लाइमेट है, और इसमें ही समृद्धि का सूत्र जुड़ा हुआ है. आपने देखा होगा कुछ दिन पहले कुमारकोम में G20 से जुड़ी मीटिंग हुई है. G20 की और भी कई बैठकें केरला में हो रही है. इसका लक्ष्य भी दुनिया को केरला से और ज्यादा परिचित कराने का है. ലോകത്തിന് കേരളത്തിൽ നിന്നും പല കാര്യങ്ങളും പകർന്നു നൽകാനുണ്ട്. ഇവിടുത്തെ സംസ്കാരം, പാചക രീതികൾ, മികച്ച കാലാവസ്ഥ, ഇതെല്ലാം പുരോഗതിയുടെ സൂത്രത്തിലേക്ക് നമ്മെ ബന്ധിപ്പിക്കുന്നു. നിങ്ങൾക്കറിയാമായിരിക്കും, കുറച്ച് ദിവസങ്ങൾക്ക് മുൻപ് കുമരകത്ത് വെച്ച് G20യുമായി ബന്ധപ്പെട്ട ഒരു മീറ്റിംഗ് നടന്നു. G20യുമായി ബന്ധപ്പെട്ട നിരവധി മീറ്റിംഗുകൾ കേരളത്തിൽ നടന്നിട്ടുണ്ട്. ഇതിന്റെ ലക്ഷ്യം ലോകത്താകമാനം കേരളത്തിന്റെ സാധ്യതകൾ പ്രയോജനപ്പെടുത്തുക എന്നുള്ളതാണ്. केरला के मट्टा राइस और कोकोनट के अलावा रागी पट्टू जैसे श्री अन्न भी प्रसिद्ध है. आज हम भारत के श्री अन्न को पूरी दुनिया तक पहुंचाने का प्रयास कर रहे हैं. केरला में जो भी उत्पाद हमारे किसान, हमारे हस्तशिल्पी बनाते हैं, उनके लिए हमें वोकल होना है. जब हम वोकल फॉर लोकल होंगे, तभी दुनिया हमारे प्रोडक्ट्स को लेकर वोकल होगी. जब हमारे प्रोडक्ट्स दुनिया तक पहुंचेंगे, तो विकसित भारत के निर्माण का रास्ता और सशक्त होगा. കേരളത്തിലെ മട്ട അരിയും നാളികേരവും റാഗി പുട്ടും ശ്രീ അന്ന് എന്ന പേരിൽ പ്രസിദ്ധമാണ്. ഇന്ന് നമ്മുടെ ഭാരതത്തിൽ നിന്നും ശ്രീ അന്ന് മുതലായ ഉൽപ്പന്നങ്ങൾ ലോകത്താകമാനം എത്തിക്കുന്നതിനുള്ള പരിശ്രമം നടത്തുകയാണ്. നമ്മുടെ കേരളത്തിലെ കർഷകർ ഉൽപ്പാദിപ്പിച്ച ഉൽപ്പന്നങ്ങൾ, നമ്മുടെ കരകൗശല വിദഗ്ധർ തയ്യാറാക്കിയ ഉൽപ്പന്നങ്ങൾ, നാം ഓരോരുത്തരും അതിൻ്റെ ശബ്ദമായി മാറണം. പ്രാദേശിക ഉൽപ്പന്നങ്ങളുടെ ശബ്ദമായി നാം മാറിയാൽ ലോകത്താകമാനം ആ ഉൽപ്പന്നങ്ങൾക്ക് ശബ്ദം ലഭിക്കും. നമ്മുടെ ഉൽപ്പന്നങ്ങൾ ലോകത്താകമാനം എത്തിച്ചേരും. വികസിത ഭാരതത്തിന്റെ നിർമ്മാണത്തിന് ഇത് മാർഗം തുറക്കും, ശക്തിയേകും. आपने देखा है, मैं अक्सर मन की बात में भी
केरला के लोगों द्वारा, यहां के सेल्फ हेल्प ग्रुप द्वारा बनाए गए प्रोडक्ट की चर्चा करता रहता हूं। कोशिश यही है कि हमें लोकल के लिए वोकल होना है। इस रविवार को मन की बात का 100वां एपिसोड ब्रॉडकास्ट होने जा रहा है। मन की बात की ये सेंचुरी राष्ट्र निर्माण में हर देशवासी के प्रयासों को समर्पित है। श्रेष्ठ भारत की भावना को भी समर्पित है। നിങ്ങൾക്കറിയാമായിരിക്കും, ഞാൻ മിക്കവാറും കേരളത്തെക്കുറിച്ച്, കേരളത്തിലെ ആളുകളെക്കുറിച്ച്, ഇവിടുത്തെ സ്വയം സഹായ സംഘങ്ങൾ ഉൽപ്പാദിപ്പിക്കുന്ന ഉൽപ്പന്നങ്ങളെക്കുറിച്ച് മൻ കി ബാത്തിൽ ചർച്ച ചെയ്യാറുണ്ട്. പരിശ്രമം ഇതാണ്: ഇവിടുത്തെ പ്രാദേശിക ഉൽപ്പന്നങ്ങൾക്ക് ശക്തി പകരണം, അതിന് ശബ്ദമേകണം. ഈ ഞായറാഴ്ച മൻ കി ബാത്തിന്റെ 100ാം ഭാഗം പ്രക്ഷേപണം ചെയ്യുകയാണ്. മൻ കി ബാത്തിന്റെ സെഞ്ചുറി അത് രാഷ്ട്ര നിർമ്മാണത്തിൽ ഓരോ ദേശവാസിയുടെയും പരിശ്രമങ്ങൾക്കായി സമർപ്പിക്കുന്നു. ഏകഭാരതം ശ്രേഷ്ഠ ഭാരതം എന്ന ഭാവനയ്ക്കായി അത് സമർപ്പിക്കുന്നു. विकसित भारत के निर्माण के लिए हम सभी को जुटना है। वंदे भारत एक्सप्रेस और कोची वाटर मेट्रो जैसे प्रोजेक्ट से इसमें बहुत मदद मिलेगी। आप सभी को विकास के सभी प्रोजेक्ट्स के लिए फिर से एक बार बहुत बहुत बधाई देता हूं। बहुत बहुत धन्यवाद। വികസിത ഭാരത നിർമ്മാണത്തിനായി നാം ഓരോരുത്തരും കൈകോർക്കണം. വന്ദേ ഭാരത് എക്സ്പ്രസും കൊച്ചിൻ വാട്ടർ മെട്രോയും ഇത്തരത്തിലുള്ള പദ്ധതികൾ ഇതിന് സഹായമേകും. നിങ്ങൾ ഓരോരുത്തരും വികസനത്തിനായുള്ള ഇത്തരം പദ്ധതികൾ അതിനോടൊപ്പം ചേരണം. ഓരോരുത്തർക്കും അഭിനന്ദനങ്ങൾ, ആശംസകൾ. നന്ദി, നമസ്കാരം. भारत माता की, भारत माता की, भारत माता की। धन्यवाद। പ്രധാനമന്ത്രിയെ ഈ വേദിയിൽ നിന്ന് യാത്രയാക്കാം. അദ്ദേഹം